റിവ്യൂ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് അനുഗ്രഹമാണെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ ചിന്ത ഇതാണ്, പ്രഭാത ചിന്ത. പൗലൂസ് പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ നട്ടു, അതാണ് ദൈവവചനം. വിതയ്ക്കുകയാണ്, നട്ടു. അപ്പൊല്ലോസ് നനച്ചു, കൂടെ നിൽക്കുന്നവർ അതിന് വെള്ളം കൊടുക്കുകയാണ്. പക്ഷേ ഒരു സസ്യം അല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നതിന് ശരീരം കൊടുക്കുന്ന ദൈവമാണ്, വളർത്തുന്ന ദൈവമാണ്. നമുക്ക് എന്തും ചെയ്യാം. നല്ല സ്കൂളിൽ വിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാം നമുക്ക്. പക്ഷെ കുഞ്ഞ് ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ ദൈവത്തിൻ്റെ കരം അവിടെ ഇല്ലെങ്കിൽ വളർത്തുന്നവൻ ദൈവമാണ്, ഉയർത്തുന്നവൻ ദൈവമാണ്. എനിക്ക് വേദപുസ്തക സങ്കീർത്തനത്തിലൊരു വചനമുണ്ട്, തെക്ക് നല്ല പടിഞ്ഞാറ് നല്ല ഉയർച്ച വരുന്നു, ദൈവമാനായ അധിപതി. ദൈവമാണ് ഉയർത്തുന്നത്. കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവൻ ദൈവമാണ്. സിംഹാസനത്തിൽ നിന്ന് ചിലരെ മറിച്ചിടുന്നത് ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ നട്ടപ്പൊല്ലോസ് നനച്ച്. വേണേ അദ്ദേഹത്തിന് പറയാം, എൻ്റെ മിടുക്കൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടാണ്. അയാൾ ചെയ്യുന്നു. ഒത്തിരി അധ്വാനിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ അധ്വാനിച്ച്, ഞാൻ ദൈവത്തിൻ്റെ കൃപയിലാണ്. പക്ഷെ താൻ പറയുന്നു, ഞാൻ നട്ടു, നനച്ച്. അത്രയും മാത്രമേ നമ്മളെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രയോജനമില്ലാത്ത ദാസന്മാർ. നീ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കരുത്, നീ ചെയ്യാവുന്ന മാക്സിമം ചെയ്യണം. കാനാവിലെ കല്യാണ വിരുന്നിന് വക്കോളം അവർ നിറച്ച പോലെ നീ നിറച്ചോണം. ഫെയ്ത്ത് ഫലം തരുന്ന ദൈവമാണ്. നിനക്ക് രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞാക്കാൻ നിനക്ക് കഴിയത്തില്ല, പക്ഷെ നിനക്ക് അനുസരിക്കാൻ കഴിയും. നിനക്ക് വക്കോളം നിറയ്ക്കാൻ കഴിയും. നിനക്ക് ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ കഴിയും. പൗലോസെ നിനക്ക് നട്ടാൻ കഴിയും. അപ്പൊല്ലോസെ നിനക്ക് നനയ്ക്കാൻ കഴിയും. പക്ഷേ വളർത്തുന്ന ദൈവമല്ല. അതെപ്പോഴും ചിന്തിച്ചോണം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ചിന്തിച്ചോണം, വളർത്തുന്ന ദൈവമാണ്. ആമേൻ.